ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂരുള്ള ഒരു സെമിനാറിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വർക്കുകളൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഡോർമെട്രി റൂമാണിത്. കുറച്ച് വലിയ ഇതിലെ കോൺഡ്യൂട്ട് പോലെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വയറിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ പ്ലാസ്റ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളെ വയറിങ്ങിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. പലരും കമൻ്റായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു, എങ്ങനെയാണ് കോൺഡ്യൂട്ടിങ്, ഞങ്ങളെ സ്റ്റൈൽ എങ്ങനെ, അതുപോലെ മെറ്റൽ ബോക്സ് എത്ര ഹൈറ്റിലാണ് വെക്കൽ, എങ്ങനെയാണ് വെക്കാറ് എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ഐഡിയ ഒക്കെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 130 ഹൈറ്റിലാണ് നമ്മൾ മെറ്റൽ ബോക്സ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓരോ ഏരിയ സൈഡിലാക്കിയിട്ടാണ് നമ്മൾ മെറ്റൽ ബോക്സ് വെച്ചിട്ടുള്ളത്. കാരണം സ്വിച്ച് ബോർഡ് കറക്റ്റ് ഓരോ ബെഡിന് കണക്കാക്കിയിട്ട് ഒരു രീതിക്കനുസരിച്ചാണ് ഇതിൻ്റെ ഡ്രോയിങ്ങെല്ലാം കറക്റ്റാക്കിയിട്ട്, ഇവിടെ ഒരു ബെഡ് വരുന്നതിനനുസരിച്ച് അതിന് കറക്റ്റാക്കിയിട്ട് ഒരു സ്വിച്ച് ബോർഡ്, അതുപോലെ ഇവിടെ ലെഫ്റ്റിൽ ഒരു ബെഡ്, അതുപോലെ ഇപ്പം സൈഡിലും 2 സൈഡിലാക്കിയിട്ട് ഒരു ബെഡ്, അങ്ങനെ 4 ബെഡ് ആണ് ഈ ഒരു സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഓരോ ബെഡിന് കണക്കാക്കിയിട്ട് തന്നെ മുകളിൽ ലൈറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പോയിൻ്റ് നമ്മൾ മെറ്റൽ ബോക്സാണ്, 2 മോഡ്യൂളിൻ്റെ ഒരു മെറ്റൽ ബോക്സാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുകളിലേക്ക് ഒരു പൈപ്പ് അടിച്ചിട്ടുള്ളത് അത് ഫാനിന് വേണ്ടിയിട്ടാണ്. മുകളിൽ നമ്മൾ കോൺക്രീറ്റിൽ നമ്മൾ പൈപ്പ് അടിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റിൽ പൈപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അവിടെ ഓപ്പൺ അടിക്കണം, ഓപ്പൺ അടിച്ചിട്ടാണ് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നാലും എല്ലാ ബെഡിന് മുകളിലും ഓരോ ലൈറ്റ് പോയിൻ്റ് കണക്കാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാനിന് വേണ്ടിയിട്ട് പൈപ്പ് മുകളിലേക്ക് ചെയ്തിട്ടുണ്ട്. കോൺഡ്യൂട്ടിങ് എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ കൺസീലാക്കിയിട്ട് തന്നെ ഫിനിഷാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ മെറ്റൽ ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ലഗ്രാൻഡിൻ്റെ മെറ്റൽ ബോക്സാണ്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാത്റൂം സെക്ഷനാണ്. ബാത്റൂമിലേക്ക് കയറുന്നതിൻ്റെ അവിടെ തന്നെ ഒരു സ്വിച്ച് ബോർഡ്, ഇവിടെ 2 എണ്ണം, അവിടെ ലൈറ്റ് പോയിൻ്റ് ഉണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സോസ്റ്റും ഉണ്ട്, ഒരു ലൈറ്റ് പോയിൻ്റ് ഉണ്ട്. എക്സോസ്റ്റും നമ്മൾ ഇവിടെ 2 മോഡ്യൂൾ വെച്ചിട്ടുണ്ട്. അത് ഒരു സോക്കറ്റ് മാത്രം, സ്വിച്ച് അവിടെ നമ്മൾ സ്വിച്ച് ബോർഡിലും ഇവിടെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സോസ്റ്റിന് 2 പിന്നാണല്ലോ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയറിങ്ങിൻ്റെ ഒരു വീഡിയോ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ നിലവിലുള്ളൊരു സ്റ്റേജ് ഞങ്ങളെ പലരും ചോദിക്കാറുണ്ടായിരുന്നു കോൺഡ്യൂട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്നൊരു വീഡിയോ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോൺഡ്യൂട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ മെറ്റൽ ബോക്സിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ അഡാപ്റ്റർ യൂസ് ചെയ്യണം. മെറ്റൽ ബോക്സിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അഡാപ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പുകൾ ഉണ്ടാവില്ല. കാരണം ആ 1 ഇഞ്ചിൻ്റെ പഞ്ചായിരിക്കും നമ്മളെ മെറ്റൽ ബോക്സിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് തന്നെ ഒരു അഡാപ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ സൂട്ടബിളായിട്ട് തന്നെ കറക്റ്റ്, അതുപോലെ ഈ മണ്ണ് സിമെൻറ്റ് പൊടിയൊന്നും ഉണ്ടാവില്ല. ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഉറുമ്പിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പൊടി ഇറങ്ങുന്നതെന്നൊക്കെ പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷം പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ അഡാപ്റ്റർ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. പിന്നെ ആ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പുകൾ ഉപയോഗിക്കുക. പല കമ്പനികളുടെ കമ്പനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമാവും. ഒരിക്കൽ തന്നെ ഇതിന് മുമ്പ് ഒരു കമ്പനീൻ്റെ പേര് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് കമ്മീഷനല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഉപയോഗിക്കുന്നത് എവർഷൈൻ്റെ പൈപ്പുകളാണ്. അതുപോലെ ബാൽക്കോ നല്ല ISI ക്വാളിറ്റിയുള്ള പൈപ്പ് തന്നെ മാക്സിമം യൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ മെറ്റൽ ബോക്സിൽ ഈ കോൺഡ്യൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ എന്ന് പറഞ്ഞത് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് വെച്ചതാണ്. അതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലോറിലുള്ള ഈ ഒരു ഏരിയ, ഈ ഒരു സൈഡിലേക്കുള്ള ഒരു DB ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ കോൺഡ്യൂട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊക്കി വെച്ചിട്ടുള്ളത് ഇവിടെ കേബിൾ ട്രേ യൂസ് ചെയ്തിട്ട് ഇവിടെ ആ അങ്ങേയറ്റം വരെ കേബിൾ ട്രേ ചെയ്തിട്ട് ഓരോ റൂമിലേക്കും ഓരോ സർക്യൂട്ട് എടുക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു 9 പൈപ്പുകൾ നമ്മൾ DBന്ന് മുകളിലേക്ക് ഇങ്ങനെ കോൺഡ്യൂട്ടിങ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ DBൻ്റെ കേസിൽ DB അതിൻ്റെ കനത്തിനനുസരിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കനം കൂടി കൂട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറച്ച് ഈ സൈഡൊക്കെ ചിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം പ്ലാസ്റ്റിക് ഈ ഒരു ലെവലിൽ ഒരു 3-4 mm മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള പ്ലാസ്റ്റിക് ഇത് കവർ ചെയ്ത് പോകും. അപ്പോൾ
വാകാരൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ കോൺഡ്യൂട്ടിങ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റൽ ബോക്സിൽ നമ്മൾ കോൺഡ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അഡാപ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡി ബിയിലും നമ്മൾ അഡാപ്റ്റർ വെക്കണം. ഇതിലേക്ക് പഞ്ചിലേക്ക് ഇറക്കി വെക്കുന്ന പഞ്ചിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഒരു അഡാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റർ വെച്ചിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും ചെയ്യും. മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഈ പഞ്ച് കുറച്ച് ലൂസായിരിക്കും. കറക്റ്റ് പൈപ്പ് മാത്രമാണെങ്കിൽ ആ സമയത്ത് പൊടിയും മണ്ണൊക്കെ ഫ്യൂച്ചറിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. MCBയിലൊക്കെ പൊടിയെല്ലാം മണ്ണ് കാട്ടി ഡാമേജ് ആവാനോ അങ്ങനെയൊക്കെ ഫ്യൂച്ചറിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അഡാപ്റ്റർ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ഈ ഒരു സൈഡിലൊക്കെ റൂമുകളിലൊക്കെ നമ്മളെ കോൺഡ്യൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്ലാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിംഗ് എല്ലാം ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോകൾ വയറിങ്ങും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഓരോരോ വീഡിയോകളും നമുക്ക് ഈ നമ്മുടെ ചാനലിലൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.